ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആണ്. ഇന്ന് ആക്ച്വലി ഇവിടെ ഉള്ളത് ലാവിയല്ല, ലിയോ ആണ്. അപ്പോൾ ജോസ്മിയക്ക് അറിയില്ല ലിയോ ഇവിടെ വന്ന കാര്യം. അപ്പോൾ ജോസ്മിയ ഇപ്പോൾ സ്കൂൾ വിട്ടിട്ട് വരുന്നുണ്ട്. രനിയുടെ മോളാണ് ജോസ്മിക. അപ്പോൾ അവൾ എപ്പോഴും ഇവിടെ വന്ന് ലാവീനെ കളിപ്പിച്ചിട്ടേ പോകും. അപ്പോൾ ലാവീനെക്കാളും കുറച്ച് വലിപ്പുള്ള ആളാണ് ശരിക്കും ലിയോ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇപ്പോൾ ജോസ്മിയ വരുന്നുണ്ട്, അവളെ റിയാക്ഷൻ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ജോസ്മിക സ്കൂളും വിട്ട് വരുന്നുണ്ടേ, ഇങ്ങോട്ട് എത്താനായി വരുന്നുണ്ട്. ചുമ്മാ ഒരു വ്ളോഗ്. ആൻറ്റി ഇന്ന് നേരത്തെ വന്നു സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ശേഷം ഒരു വ്ളോഗെല്ലാം ചെയ്യാമെന്ന്. എന്തുണ്ട് സ്കൂളല്ലോ? എന്തുണ്ട് പഠിത്തല്ലോ? അതൊരു ബെഡും കൂടി എക്സ്ട്രാ വാങ്ങിയതാ. നിങ്ങൾ വീട്ടിൽ കൂട്ടുന്നുണ്ടെങ്കിലോ? എന്നാ എന്ന് ആ ലാവി ഇന്ന് വണ്ണം വെച്ച്. ലാവി രാവിലെ നല്ലോണം ഫുഡ് കഴിച്ചിനി. ബ്യൂട്ടി പാർലർ പോയല്ല, ഇവിടെയുള്ള ഒരു ഇതിട്ട് കൊടുത്തിയ ബെൽറ്റ് കഴുത്തിൽ. ഒറ്റയടിക്കല്ലേ പിന്നെ ഷിറ്റ്സും എല്ലാം വലുതാവുക. നീ ഇത് വേണ്ടിയിട്ടില്ല എടുക്കറ. നീ എന്നാ ലാവിനെ കയ്യിലെടുക്കുന്നില്ലേ? ഇതൊന്നും എടുക്കാതെ. ലാവി എന്താ ജോസ്മി ചേച്ചി വന്നിട്ടാ? എന്നാ ജോസു കളിക്കുന്നു? പിന്നെ ലാവി അല്ലാണ്ട് നോക്കറ. എനിക്ക് ലാവിനെ കണ്ടാൽ മനസ്സിലാവൂല. അത് കഴുത്തിലൊരു ഇതിട്ട് കൊടുത്ത, നിന്റെ അമ്മ ഇട്ട് കൊടുത്തിയാ? വിളിക്കറ. നീയടി ഓടുന്ന് എന്തിനി? അങ്ങനെയാന്ന് ഷിറ്റ്സ് വലുതാവോ, ലാവി പെട്ടെന്നാ വലുതാവോ. ഇന്നലെ ഡോക്ടർ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വേഗം വലുതാവുന്ന്. ചെല് ലാവി, ജോസ്മി ചേച്ചി വന്നിട്ടാ? നീ എന്നാ കളിക്കുന്നു, ഇങ്ങനെ കളിക്കുന്നു? ലാവിനെ കളിപ്പിക്കാതെ. ലാവി കണ്ട, ലാവിന്ന് വിളിക്കുമ്പോൾ നോക്കുന്നുണ്ട? ലാവി അത് വലുതാവുമ്പം കളറ് മാറുമെന്ന് പറഞ്ഞിനി. ആദ്യം എന്തായിരുന്നു കളർ? ഈ കളർ തന്നെയല്ലേ ആദ്യാ? അത് വലുതായതുകൊണ്ട് കളർ മാറിയതായിരിക്കും. ഇന്ന് രാവിലെ നീ പോകുമ്പോൾ കളർ മാറിയിട്ടില്ല? മാറിനി. നീ രാവിലെ കണ്ടിനാ ജോസു? നീ രാവിലെ കണ്ടായിരുന്നാ? നീ മുകളിൽ പോയി നോക്കിയിട്ടില്ലേ? അപ്പോൾ വലുതായിട്ടില്ല? ഇന്ന് രാവിലെ മുതലേ വലുതായിനി. എടുത്തു. നീ എന്താ എടുക്കാതെ? ആ അത് വാഷ് ചെയ്തിനി, ഗ്രൂമിങ് ചെയ്തോണ്ടാന്ന് ഇത്രയും സോഫ്റ്റ് ആയി. എന്തേ വലുതായപ്പോ നിനക്ക് ഇഷ്ടാവുന്നില്ല? എവിടെ പോന്ന്? ഓക്കെ. ജോസ്മിക ഇല്ലേ ബാത്റൂമിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് മെല്ലെ ലാവീനെ ഇങ്ങോട്ട് വിളിക്കാം. ലാവീനെ നമ്മളിപ്പോൾ റൂമിൽ പൂട്ടിയിട്ടിട്ടുള്ള മെല്ലെ ഇങ്ങോട്ട് വിളിക്കാം. എന്നിട്ട് നമുക്ക് അവളുടെ എക്സ്പ്രഷൻ എന്തുണ്ട് നോക്കാം. അപ്പോൾ ഇതാ ലിയോ ലാവീനെയും തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ലാവീനെ നമ്മൾ ഈ റൂമിൽ പൂട്ടിയിട്ടിട്ടുള്ള മെല്ലെ തുറന്നു നോക്കാം. രണ്ടാളും വന്നിട്ടുണ്ട്. ജോസ്മിയ ബാത്റൂമിൽ പോയിട്ടുള്ളത്. ഇപ്പോൾ വരും. ഇത് രണ്ടാളും ഇവിടുന്ന് കളിക്കുന്നുണ്ട്. ജോസു കഴിഞ്ഞാ? അല്ല ലാവി, അത് ലാവി ഇപ്പൊ പ്രസവിച്ചു. ആ ഏതാ ലാവി ശരിക്ക്? അപ്പൊ ഇതോ? മനസ്സിലായി? അതെങ്ങനെ മനസ്സിലായേ? ലാവിനെ കണ്ടപ്പോഴാ? നീ ലിയോനെ എപ്പോഴും കണ്ടിട്ടുണ്ടോ?
ഇല്ലല്ലോ. ഇതാണ് ലിയോ. പേടിക്കൊന്നും വേണ്ട, പോട്, ഒന്നും ചെയ്യില്ല. തൊട്ടോക്കിക്കോ. എന്താ പാവാണ്. പിടിച്ചോ. അത്ര വെയിറ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ പ്രാങ്ക് ഏറ്റു. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ഒരു എക്സ്പ്രഷൻ വന്നില്ല. ജോസ്മിയ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ പുതിയ ബെഡ് കാര്യങ്ങളൊക്കെ കാണുന്നതെന്ന് ചോദിച്ചു. ഞാൻ അത് പുതിയ വാങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം അവൾ വിചാരിച്ചു ശരിക്കും ലാവി വലുതായെന്ന് തന്നെ ധാരണയായിരുന്നു. ഇങ്ങനെയൊക്കെ വലുതാവോ, അവൾ അമ്മയോട് പോയി ചോദിക്കുന്നത്, അമ്മ ഒന്ന് യൂട്യൂബിൽ നോക്കി അങ്ങനെ വലുതാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതിൻ്റെ അടുത്ത് പോകാൻ അവൾക്കൊരു പേടിയായിരുന്നു. ലാവിനെ കയ്യിലൊക്കെ എടുത്ത് കളിക്കുന്നയാളാണ്. പക്ഷെ പെട്ടെന്ന് വലുതായപ്പോൾ അവൾക്കൊരു പേടി, കടിക്കുമോ എന്നുള്ളൊരു പേടി. പക്ഷെ ഇപ്പം നല്ല മിങ്കിളായി. പെട്ടെന്ന് അവൾ ബാത്റൂമിലെല്ലാം പോയി വരുമ്പോഴാണ് അവനെയും കൂടി റൂമിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോഴാണ് കക്ഷിക്ക് മനസ്സിലായ ആള് മാറിയിട്ടുണ്ട്, ഇത് സനയിൻ്റെ വീട്ടിലാണോ എന്ന് ചോദിച്ചത്. എന്തായാലും നമുക്ക് ജോസ്മിയാനെ ചെറിയ രീതിയിൽ പറ്റിക്കാൻ പറ്റി കേട്ടോ. സന്തോഷമായി.